ജിയോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് പേപ്പർ 1 ഹയർ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് 4ാമത്തെ ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ സ്വയം ഒരു ഓപ്ഷൻ പറഞ്ഞു നോക്കിയിട്ട് മാത്രമേ ആൻസർ കേൾക്കാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതുവരെയുള്ള പഠനം എത്രത്തോളം ഉപകരിച്ചു എന്നറിയാനും തുടർന്ന് എങ്ങനെ പഠിക്കണം എന്ന തീരുമാനം എടുക്കാനും അത് ഉപകരിക്കും. കഴിയുന്നത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്തു ശീലിക്കുക, അതും ടൈം അനുസരിച്ച്. ഇപ്രാവശ്യത്തെ 6% ഒരാൾ നിങ്ങൾ തന്നെ ആയിരിക്കണം. ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. First question, which one of the following is not one of the criteria used for the purpose of accreditation by NAAC? NAAC ഒരു ഹയർ ഇൻസ്റ്റിറ്റ്യൂഷന് അക്രഡിറ്റേഷൻ നൽകുമ്പോൾ കുറെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് അവർ റാങ്കിങ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മാനദണ്ഡങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പ്, ഓപ്ഷൻ ബി ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി റാപ്പോർട്ട് ഓഫ് ടീച്ചേഴ്സ് വിത്ത് സ്റ്റുഡൻസ്, ഓപ്ഷൻ ഡി ഇൻഫർമേഷൻ ആൻഡ് ലേണിംഗ് റിസോഴ്സസ്. അത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭരണ നേതൃത്വം. ബി ഓപ്ഷൻ പറയുന്നത് പഠനവും അവരുടെ വിലയിരുത്തലും എങ്ങനെയാണെന്നുള്ളത്. ഓപ്ഷൻ സി പറയുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ ഡി വിവരങ്ങളുടെ ഉറവിടങ്ങളും ഏതൊക്കെയാണ്. ഇതിൽ ഏതാണ് നാക്കിന്റെ അക്രഡിറ്റേഷൻ ക്രൈറ്റീരിയ അല്ലാത്തത്? തീർച്ചയായും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം അവരുടെ അക്രഡിറ്റേഷനിൽ വരുന്നതല്ല. അപ്പോൾ റാപ്പോർട്ട് ഓഫ് ടീച്ചേഴ്സ് വിത്ത് സ്റ്റുഡൻസ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അക്രഡിറ്റേഷൻ ബൈ നാക്. നാക് ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഹയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനമാണ്. Second one, which one of the following is the aim of value education? Value education എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്താണ്? ഇൻകൾക്കേറ്റ് മോറൽ വാല്യൂസ്, ഇൻകൾക്കേറ്റ് സോഷ്യൽ വാല്യൂസ്, ഇൻകൾക്കേറ്റ് പൊളിറ്റിക്കൽ വാല്യൂസ്. ഓപ്ഷൻ ഡി എക്കണോമിക് വാല്യൂ. വാല്യൂ എഡ്യൂക്കേഷന്റെ എയിം ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ മോറൽ വാല്യൂസ് ആണ്. സദാചാര മൂല്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമൂഹികമോ ആയുള്ള വാല്യൂ അല്ല, മൂല്യങ്ങളല്ല, സദാചാര മൂല്യങ്ങളാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് സ്കീം ഈസ് എയിംഡ് അറ്റ് അട്രാക്ടിംഗ് ദ ടാലന്റ് പൂൾ ഓഫ് ദ കൺട്രി ടു ഡോക്ടറൽ പ്രോഗ്രാം ഓഫ് IIT ആൻഡ് ISc for carrying out research in science and technology domains with focus on national priorities. ഇങ്ങനെ നീട്ടി വലിച്ചു കൊടുത്തേക്കുന്നതേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. താഴെ കുറെ സ്കോളർഷിപ്പ് സ്കീമുകളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏത് സ്കീമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും? അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും രാജ്യത്തെ തന്നെ ഏറ്റവും മികവാർന്ന ഹയർ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ആണ്. അപ്പോൾ അവിടുത്തെ നാഷണൽ പ്രയോറിറ്റീസ് കൊടുക്കുന്ന കുറെ ഡോക്ടറൽ പ്രോഗ്രാംസ് ആയിരിക്കും. അവിടേക്ക് ഏറ്റവും സമർത്ഥരായ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെലോഷിപ്പ് പ്രോഗ്രാം ഏതാണ്? IIT-യിലും ISc-യിലേക്കും റിസർച്ച് സ്കോളേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന, അവർക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാം ഏതാണ്? ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം, ഓപ്ഷൻ ബി നാഷണൽ റിസർച്ച് ഫെലോഷിപ്പ്, ഓപ്ഷൻ സി സ്റ്റേറ്റ് റിസർച്ച് ഫെലോഷിപ്പ്, ഓപ്ഷൻ ഡി മൗലാന അബുൽ കലാം റിസർച്ച് ഫെലോഷിപ്പ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രൈം മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് പ്രോഗ്രാം ആണ്. ഡോക്ടറൽ പ്രോഗ്രാം, it providing the money for the doctoral program of IIT and ISc. Next, Cabinet has approved the criteria of which agency for educational testing under the Indian Societies Registration Act 1860. 1860 ഇന്ത്യൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ പരിശോധനയ്ക്കുള്ള ഏജൻസിയുടെ മാനദണ്ഡങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചത് ഏത് ഏജൻസിയുടേതാണ്? ഓപ്ഷൻസ്: നാഷണൽ എഡ്യൂക്കേഷൻ ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBSE, ICSE. എഡ്യൂക്കേഷണൽ ടെസ്റ്റിംഗിനുള്ള മാനദണ്ഡങ്ങൾ ഏത് ഏജൻസിയുടേതാണ് ക്യാബിനറ്റ് അംഗീകരിച്ചത്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രമുഖ എല്ലാ ടെസ്റ്റുകളും തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിലാണ് നടത്തപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements are correct about Central University? സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി is established under the Act of Parliament. Second one, President of India acts as a visitor of the university. Third one, President has the power to nominate some members to the executive committee or board of management of the university. Fourth statement, President occasionally presides over the meeting of executive committee. First sentence, Central University is established under the Act of Parliament. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ആക്ട് പ്രകാരം രൂപം കൊള്ളുന്നതാണ്. രണ്ടാമത്തെ സെന്റൻസ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആസ് എ വിസിറ്റർ ഓഫ് ദ സെൻട്രൽ യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിസിറ്റർ ആണ് പ്രസിഡന്റ്. അടുത്ത, പ്രസിഡന്റ് ഹാസ് ദ പവർ ടു നോമിനേറ്റ് സം മെമ്പേഴ്സ് ടു ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓർ ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ പ്രസിഡന്റിന് ഉണ്ടായിരിക്കും. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർത്ത് വൺ പറയുന്നത്, പ്രസിഡന്റ് ഒക്കേഷണലി പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗ് ഓഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസിഡന്റ് ഒരു വിസിറ്റർ മാത്രമാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിസിറ്റർ മാത്രമാണ്. ഇല്ലെങ്കിൽ കുറെ മെമ്പേഴ്സിനെയൊക്കെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. പക്ഷെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ഇല്ല. അപ്പോൾ കറക്റ്റ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി. President as a visitor exercises the powers in respect of amendments, additions and repeal of status, suspension and disallowance of ordinance, ordering inquiries into the affairs of the university, and the resolution of disputes between the selection committee and the executive council. പ്രസിഡന്റിന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അമെൻമെന്റ്സിന്, അഡിഷൻ, റിപ്പീൽ ഓഫ് സ്റ്റാറ്റസ്, ദെൻ സസ്പെൻഷൻ ആൻഡ് ഡിസലവൻസ് ഓഫ് ഓർഡിനൻസ്, ദെൻ ഓർഡറിംഗ് എൻക്വയറീസ് ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി, എൻക്വയറീസ് ഒക്കെ നൽകുക. അടുത്ത, റെസൊല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെലക്ഷൻ കമ്മിറ്റി ആൻഡ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് യൂണിവേഴ്സിറ്റി ഹാവ് അഡോപ്റ്റഡ് മിറ്റ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ്? മിറ്റ യൂണിവേഴ്സിറ്റി എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിച്ചിട്ടുള്ളത് ഏത് യൂണിവേഴ്സിറ്റികളിലാണ്? ഓപ്ഷൻസ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഡൽഹി, ഹൈദരാബാദ്, ആസാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡൽഹി യൂണിവേഴ്സിറ്റി ഹാസ് അഡോപ്റ്റഡ് ദ മെറ്റ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ്. മെറ്റ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് അതിന്റെ പ്രമിസ് എന്ന് പറയുന്നത് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് പാർട്സ് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു കോളേജിലോ ഇല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനോ മാത്രമായിട്ട് ഒരു കുട്ടി ബൗണ്ട് ചെയ്യപ്പെടുന്നില്ല. ഒരേ സമയം തന്നെ ഒരു കോളേജിൽ നിന്ന് ആർട്സ് സ്ട്രീമിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു കോളേജിൽ നിന്നും സയൻസിലോ കൊമേഴ്സിലോ സ്ട്രീമുമായിട്ട് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റും. മറ്റൊരു യൂണിവേഴ്സിറ്റിയുമായിട്ടും കമ്പൈൻ ചെയ്ത് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മെറ്റ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ്. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ അതിന് മെറ്റ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ്, the South Asian University is situated in the city of. South Asian University. Options, Dhaka, New Delhi, Colombo, Kathmandu. Answer is option B, New Delhi. South Asian University is at New Delhi. ഇതൊരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആണ്. സാർക്കിലെ 8 മെമ്പർ കൺട്രീസ് ചേർന്നിട്ട് രൂപം കൊടുത്തതാണ്. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ആസ്ഥാനം. 2010 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ഇൻ 2010 by the 8 members of SAARC community. Next, match list 1 with list 2. List 1 കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ലിസ്റ്റ് 2 സ്ഥലങ്ങളും അതിന്റെ ആസ്ഥാനം എവിടെയാണ്. ഇങ്ങനെയുള്ള ഒരു 100 above ഇൻസ്റ്റിറ്റ്യൂഷൻസും അവയുടെ ആസ്ഥാനങ്ങളും ഉണ്ട് ഇന്ത്യയില്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. എല്ലാ എക്സാംസിനും ഏതെങ്കിലും ഒന്ന് ചോദ്യം ഉണ്ടാവും. ലിസ്റ്റ് 1 വരുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, ഗ്രാമോദയ വിശ്വവിദ്യാലയ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ടിബറ്റൻ സ്റ്റഡീസ്, ഇഗ്നു.
നമുക്ക് ഇതിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒക്കുന്നത് ഇഗ്നു ന്യൂഡൽഹി എന്നുള്ളതാണ്. ചിലതിൽ ആ ഒറ്റ ഓപ്ഷനിൽ അറിഞ്ഞാൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെ ഇഗ്നു ഡിയുടെ താഴെ 3 എണ്ണം വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എയും ഡിയും ഉണ്ട്. അപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ ആവും. നോക്കിയാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഹൈദരാബാദ് ആണ് അതിന്റെ ആസ്ഥാനം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഹൈദരാബാദ്. ഗ്രാമോദയ വിശ്വവിദ്യാലയ ഇസ് അറ്റ് ചിത്രകൂട്. ഗ്രാമോദയ വിശ്വവിദ്യാലയ ചിത്രകൂട്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ടിബറ്റൻ സ്റ്റഡീസ് ഇസ് അറ്റ് ധർമ്മശാല. ഹയർ ടിബറ്റൻ സ്റ്റഡീസ് ധർമ്മശാലയിലാണ്. ഇഗ്നു ന്യൂഡൽഹിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which of the following institution is located at ശാന്തിനികേതൻ വിശ്വഭാരതി? ശാന്തിനികേതൻ വിശ്വഭാരതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന്. ഓപ്ഷൻ കരിയർ, സെന്റർ ഫോർ അഡ്വാൻസ് റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. CSV, സെന്റർ ഫോർ സയൻസ് ഇൻ വില്ലേജസ്. നിർമാൺ ഭവൻ, ഇറ്റ് ഈസ് ആൻ ബിൽഡിംഗ് സെന്റർ അണ്ടർ ദ സ്പോൺസർഷിപ്പ് ഓഫ് ഹഡ്കോ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഹൗസിംഗ് ടെക്നോളജി. ദെൻ ഓൾ ദി എബോ. ഇതിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ശാന്തിനികേതൻ വിശ്വഭാരതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ദി എബോ ആണ്. കരിയർ, CSV ആൻഡ് നിർമാൺ ഭവൻ ഇതെല്ലാം തന്നെ ശാന്തിനികേതൻ വിശ്വഭാരതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, the first Indian satellite for serving the educational sector. എഡ്യൂക്കേഷണൽ സെക്ടറിലുള്ള ആദ്യത്തെ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏതാണ്? ഓപ്ഷൻ സാറ്റഡ്യൂ, ഇൻസാറ്റ് ബി, എഡ്യൂസാറ്റ്, ഇൻസാറ്റ് സി. പേരിൽ തന്നെ ഉണ്ട്, എഡ്യൂസാറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ സി. താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.